അപ്പു, എനിക്ക് നിന്നെ ഒന്ന് ചുംബിക്കണം. വെറുതെ ഒരു ചോദ്യമാണത്. ചോദിച്ച അനുവാദം വാങ്ങിയൊന്നും നേടിയെടുത്ത് ശീലമില്ലാത്തവൻ ആദ്യമായി ചോദിക്കുന്ന ഒരു പെർമിഷനാവും. തന്റെ കൈക്കുള്ളിലിരിക്കുന്ന അവളുടെ ഉടൽ വിറകൊണ്ടത് അവൻ അറിഞ്ഞു. പ്രണയം അതിന്റെ തീവ്രതയോടെ ഇരുവരിലും നിറയുകയായിരുന്നു ഓരോ നിമിഷവും. പതിയെ അവളിൽ നിന്ന് അകന്നു മാറി ആ മുഖം ഇരു കൈയിലുമായി വാരിയെടുത്തു ആദി. നേരത്തെ കരഞ്ഞതിന്റെ ഫലമായി ചുവന്ന് തുടുത്തുപോയ അവളുടെ കുഞ്ഞു മുഖം. ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. എന്റെ ഈ കിളിക്കുഞ്ഞിന് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. എന്റെ ജീവൻ, ശ്വാസം, നീ എന്റെ മാത്രമാണ് അപ്പു, എന്റെ സ്വന്തം. തിളങ്ങുന്ന മിഴികളാൽ ഉറ്റുനോക്കിക്കൊണ്ടാണ് ആ പറച്ചിൽ. ഒരു കടലോളം പ്രണയം അതിൽ അലയടിക്കുന്നത് അവൾ കണ്ടു. ഓരോ നിമിഷവും അതിൽ മുങ്ങി താഴുന്നത് പോലെ, ഒരിക്കലും അതിന്റെ ആഴവും വ്യാപ്തിയും അളക്കാൻ കഴിയാത്തതുപോലെ. ആദ്യം അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ അവളിലേക്ക് ചാഞ്ഞു. തന്റെ പകുതി പോലുമില്ലാത്ത അവളുടെ കുഞ്ഞു ശരീരം. ഈ വലിയ രൂപത്തിന് ഈ കുഞ്ഞുടലിനോട് മാത്രമാണ് മോഹം തോന്നിയത്. ആദ്യം അവളിലേക്ക് ചാഞ്ഞതും പൂർണ്ണമായും അവൾ അവന്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങി. ബലിഷ്ഠമായ കൈകൾ അവളുടെ കവിളിലും കഴുത്തിലുമായി മുറുകി. മീരയുടെ കണ്ണുകൾ കൂമ്പി അടയുന്നത് കണ്ട നിമിഷം മുഖം കുനിച്ചു. അത്രമേൽ കൊതിയോടെ അവരാ അധരങ്ങളെ ഒന്നാകെ തന്റെ ഏതുമായി പൊതിഞ്ഞു. ഒന്നേങ്ങിക്കൊണ്ട് മീരയുടെ ശരീരം അവനിൽ ചെന്നിടിച്ചു. അവളുടെ മാറുകളും വയറും ഒരുപോലെ അവനിൽ ഞെരിഞ്ഞമർന്നു. ഇരുകൈകളും അവന്റെ ഇടുപ്പിലായി മുറുകി. വന്യമായൊരു ചുംബനം. അതിരങ്ങൾക്കൊപ്പം അവന്റെ നാവ് കൂടി അവളെ പുൽകി. തളർന്നു പോയവൾ. ആദിയുടെ കൈക്കുള്ളിലായിരുന്ന അവളുടെ ഭാരം മുഴുവൻ. ഏറെ നേരത്തിന് ശേഷം അവൻ അകന്നു മാറുമ്പോൾ വാടിക്കുഴഞ്ഞുകൊണ്ട് അവൾ കിതച്ചു. കൊതി തീരുന്നില്ലല്ലോ കിളിക്കുഞ്ഞേ, ഒട്ടും ദാഹം മാറുന്നില്ല. ശ്വാസം പോലുള്ള അവന്റെ ശബ്ദം കാതിൽ പതിച്ചതും കിതപ്പിനിടയിലും അവളിൽ ഒരു ചിരി വിടർന്നു. അവന് മാത്രം സ്വന്തമായ പുൻസിരി. അത്യാവശ്യം സൗകര്യമുള്ളൊരു മോഡേൺ വീട് തന്നെയായിരുന്നു അത്. ഒരു റൂമും ഹാളും കിച്ചണും ഒക്കെയായി ഒരു കുഞ്ഞു വീട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് ആദ്യം തന്നെയാണ്. മീരയെല്ലാം നോക്കിയും കണ്ട് അവനൊപ്പം നിന്നു. ആദ്യം തന്നെയാണ് അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തത്. ശരിക്കും ഓരോ നിമിഷവും സന്തോഷത്തിൽ തന്നെയായിരുന്നു രണ്ടുപേരും. ഒരിക്കലും പിരിയാനാവാത്തതുപോലെ മീര ആദിയിലേക്ക് അടുത്തു. അവളുടെ ലോകം തന്നെ അവനാണ്. ശ്വാസം അവന്റെ പ്രണയവും. ആദ്യം എടുത്തു തന്ന ഡ്രസ്സിലേക്ക് അവനെ മാറി മാറി നോക്കി നിന്നുപോയി മീര. അവളുടെ നോട്ടം അവനിൽ കുറുമ്പും ചിരിയും ഒരുപോലെ നിറച്ചെങ്കിലും അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ നിന്നതേയുള്ളൂ. ഒരു വൈറ്റ് ഫ്ലോറൽ ഗൗണാണ്. മുട്ട് കഴിഞ്ഞ് അല്പം കൂടി ഇറക്കമുണ്ടാവും. പോരാത്തതിന് സ്ലീവ്ലെസ്. മീര നോക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ധാവണിയും ചുരിദാറും മാത്രം ഉടുത്ത് ശീലിച്ചവൾക്ക് ഇതുപോലൊരു ഡ്രസ്സ് കാണുന്നതേ പേടിയാണ്. ചെല്ല്, പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റുക. സ്വാഭാവികം എന്നതുപോലെ അവന്റെ പെരുമാറ്റം കാണെ എന്തു പറയണമെന്നോ ചോദിക്കണമെന്നോ അറിയാതെ നിന്നുപോയവൾ. ഇത് ഞാൻ ആദ്യം അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇവിടെ ഞാനും നീ മാത്രല്ലേ ഉള്ളൂ, മറ്റാരുമില്ല. ഇനി എന്റെ കൊച്ചിനെ ഇതിടാൻ വയ്യ എന്നാണെങ്കിൽ വേണ്ട, ഞാനിതിട്ടോളാം. ആദ്യം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പതിയെ അതിനുള്ള മറുപടി നൽകിയവൾ. നേരത്തെ ഒരു പുൻചിരി അവനിൽ മിന്നിമാഞ്ഞു. അതേ ചിരിയോടെ തന്നെ അവിടെ നെറുകയിലൊന്ന് ചുണ്ടു ചേർത്ത് മുത്തിയവൻ. എന്റെ കിളിക്കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ എനിക്കൊരു മോഹം തോന്നി. അതാ ഞാനിത് ഉടുക്കാൻ പറഞ്ഞു. പതിയെ പറഞ്ഞതും ചുവന്നു പോയ മുഖം അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് വെച്ച് നിന്നവൾ. പ്രണയത്തിന്റെ പുതുഭാവങ്ങൾ അത്രയും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മീര. അതവളിൽ കുങ്കുമവർണ്ണം ചാലിച്ചു. മുന്നിലിരിക്കുന്ന ബിസിനസ് മാഗസിൻസിന്റെ കവർ ചിത്രങ്ങളിലേക്ക് ഉള്ളിൽ നിറയുന്ന ഒരു പിടി ചോദ്യങ്ങളോടെ നോക്കിയിരുന്നു പോയി അൻഷ്. രുദ്രനെല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ട് പോലും ചെക്കന് തൃപ്തി വന്നിട്ടില്ല. ഉള്ളിലോടുന്ന ചോരയുടെ ഗുണമായിരിക്കും ചിലപ്പോൾ. 2015 ശേഷം USA പബ്ലിഷ് ചെയ്തിട്ടുള്ള മാഗസിൻസ് ആണ് എല്ലാം. അവിടെയെല്ലാം കവർപ്പിക്ക് ഒരു ലോഗോയാണ്. ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് നിറത്തിലുള്ള ഒരു ഡ്രാഗൺ ലോഗോ. ലോകമെങ്ങും അറിയപ്പെടുന്ന റാംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലോഗോ. ആ ലോഗോയാണ് അൻഷിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. രുദ്രന്റെ ശരീരത്തിൽ ടാറ്റു ചെയ്തിരിക്കുന്ന അതേ ഡ്രാഗൺ തന്നെയാണ് അതെന്ന് നിസ്സംശയം മനസ്സിലായിരുന്നു അവന്. ഏട്ടന് ഈ കമ്പനിയും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒരു നിമിഷം അവനിൽ ഉയർന്നു വന്ന ചോദ്യം അതാണ്. ഒരിക്കൽ കൂടി ആ ലോഗോയിലേക്ക് കണ്ടുവായിച്ചതും എന്തോ മനസ്സിലായതുപോലെ അവന്റെ മിഴികളൊന്ന് തിളങ്ങി. റാംസ്, R for രുദ്രൻ, A for ആൻഷ്, M for മീര. അപ്പോ യെസ്, സൂര്യ. ഒരിക്കൽ കൂടി ആ നാമം ഉരുവിട്ടതും ആൻഷിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. വെളുത്ത കടലാസിൽ കുറിച്ചു വെച്ച ആ പേരുകൾക്ക് മുകളിലായി അവന്റെ കണ്ണുനീർത്തുള്ളികൾ വീണ്ടും മഷി പടർന്നു. മുഖം കുനിച്ച അവിടെ അത്തരങ്ങളെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞവൻ
ശരീരത്തിന്റെ ഭാരം പൂർണ്ണമായി അവളിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് പുതപ്പിനുള്ളിലൂടെ ആ ശരീരത്തിലേക്ക് അമർന്നു. അവളുടെ വിരലുകൾ നഗ്നമായി അവന്റെ മുതുകിലും ചുമലിലുമൊക്കെയായി ഒഴുകി നടന്നു. മിഴികൾ അത്രമേൽ ആലസ്യത്തോടെ കൂമ്പി അടഞ്ഞു. ഏറെ നേരം നീണ്ടു നിൽക്കുന്ന വന്യമായൊരു ചുംബനം. അതിരങ്ങൾ തമ്മിൽ വേർപ്പെടുത്തിക്കൊണ്ട് അവന്റെ മുഖം കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. ഡയറക്ടറുടെ ശബ്ദം അവിടെ ഉയർന്നു. അവിടെ ദേഹന്ന് പൂർണ്ണമായി അവൻ അകന്നു മാറി. തെളിയൊരു നിരാശയോടെ താരയുടെ നോട്ട് അവനിലേക്ക് ചെന്നു. ലോകമെങ്ങും ആരാധകരുള്ള സൂപ്പർ സ്റ്റാറിനോടൊപ്പമുള്ള ഇന്റിമസി സീൻ. ഒരുപക്ഷെ ഇന്ന് സിനിമാ ഫീൽഡിലുള്ള പകുതിയിലധികം നായികമാരുടെ സ്വപ്നമാണ് തനിക്ക് യാഥാർത്ഥ്യമായി ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരം അവളിലുണ്ട്. പക്ഷെ പറഞ്ഞു മറിഞ്ഞു വന്ന ഏജയെല്ലാം മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയവൾക്ക്. കൂടെ അഭിനയിക്കുന്നവരൊക്കെ അവന്റെ ഒരു രാത്രിയെങ്കിലും അവന്റെ കൂടെ കഴിഞ്ഞവരാണ്. ഒരു മൃഗത്തിനെ പോലെ കടിച്ചുകൂടിയുന്നവന്റെ കരുത്ത് മോയിസേന്റെ വന്നതാണ് താരയും. എന്നാൽ പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമായിരുന്നു അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഏജ്. ഒരു നോക്കുകൊണ്ട് പോലും തന്നിൽ കനിയാത്തവൻ. ഇത്രയും അടുത്തുള്ള ഒരു സീൻ കഴിഞ്ഞിട്ട് പോലും അതിന്റെ യാതൊരു വികാരങ്ങളും അനുഭൂതിയുമില്ലാതെ എഴുന്നേറ്റു പോയവൻ. മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊടുത്ത ഷർട്ട് ധരിച്ചുകൊണ്ട് ആരെയും ശ്രദ്ധിക്കാതെ അവൻ ആ റൂമിന് പുറത്തേക്ക് നടന്നു. തിരിഞ്ഞൊരു നോട്ടമെങ്കിലും പ്രതീക്ഷിച്ചു നിന്നവരുടെ മുഖം കടുത്ത നിരാശയിലേക്ക് കൂപ്പുത്തി. അത്ര വേഗം വീഴുന്ന ടൈപ്പല്ല സ്റ്റൈലിഷ് ആക്ടർ അത്രിക് ആദം ചോർ ഏജ്. പറയുമ്പോഴും വശ്യമായൊരു പുഞ്ചിരി അവളിൽ ബാക്കിയായിരുന്നു. അടച്ചിട്ട വാതിൽ തട്ടി പെർമിഷൻ എടുത്ത് അകത്തേക്ക് കയറിയതും പി എ റോഷന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞുപോയി. ആ മുറി മുഴുവനായും തകർത്തിട്ടിരിക്കുകയാണ്. വാളിലെ TV സ്ക്രീനിൽ തെളിഞ്ഞാടുന്ന ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുന്നവനെ ഒരു വന്യമൃഗത്തെ പോലെ തോന്നിച്ചുപോയി റോഷന്. ആദ്യത്തിന്റെ PI ആയി ചാർജ് എടുത്തു വന്നിട്ട് വർഷം ഒന്നായതേയുള്ളൂ. ഇതിനിടയിൽ എപ്പോഴും കാണുന്ന ചിത്രമാണിത്. അതിസുന്ദരിയായ ഒരു പെണ്ണിന്റെ ചിത്രം. അതാരാണെന്നോ പേരെന്താണെന്നോ ഒന്നും റോഷൻ അറിയില്ല. പക്ഷെ ഒന്നറിയാം, മുന്നിൽ നിൽക്കുന്ന മൃഗത്തിന്റെ ഭ്രാന്താണ് അവൾ. ആ മുറി നിറയെ പലതരത്തിലുള്ള അവരുടെ ചിത്രങ്ങളാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും മയക്കുന്ന സൗന്ദര്യ ശില്പം. പക്ഷെ അറിയാതെ പോലും അതിലേക്ക് നോട്ടം ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് റോഷൻ. ഒരിക്കൽ സ്ക്രീനിൽ തെളിഞ്ഞ ആ ചിത്രത്തിലേക്ക് മതിമറന്ന് നോക്കിന്നുപോയ ഗാർഡ്സിലൊരുവനെ യാതൊരു ദയമില്ലാതെ ഷൂട്ട് ചെയ്തു കൊന്ന് തനിക്ക് മുന്നിൽ വെച്ചാണ്. ജീവനിൽ ഭയമുള്ളവരാരും വെറുതെ പോലും അവന് മുന്നിൽ വെച്ച് ആ ചിത്രത്തിലേക്ക് നോക്കില്ല. തറയിൽ പൊട്ടിക്കിടക്കുന്ന സാധനങ്ങളിലൊന്നും കാല് തട്ടാതെ കരുതലോടെ മുന്നോട്ട് നടന്ന റോഷൻ ഭയം കൊണ്ട് സർവ്വ ഞാടി ഞരമ്പുകളും തളരുന്നുണ്ടെങ്കിൽ പോലും ഏൽപ്പിച്ച ജോലി ചെയ്യാതിരുന്നാൽ കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് ഓർത്തതും പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അവന്റെ ചലനം. ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ മനുഷ്യനെ കൊന്നു തള്ളുന്നവനെ ഭയമില്ലാതെ നോക്കാനാവില്ലല്ലോ. സാറ് പറഞ്ഞ ആളെക്കുറിച്ച് അന്വേഷിച്ചു. ആദ്യമൊന്ന് വിക്കെങ്കിലും പതിയെ പറഞ്ഞു. കയ്യിലെ ഗ്ലാസിൽ വിരൽ മുറുക്കിക്കൊണ്ട് അവന്റെ നോട്ടം റോഷനിലേക്കായി. അയാളുടെ പേര് ആദിത്യവർമ്മ. മഹൽ ഫാമിലി ആദ്യത്തെ പേരക്കുട്ടിയാണ്. എനിക്കറിയേണ്ടത് ചെകുത്താനെ കുറിച്ചാണ് റോഷൻ. ദി റിയൽ ഡെവിൽ. ഗാംഭീര്യം നിറഞ്ഞ അവന്റെ സ്വരം, പക നിറഞ്ഞ നോട്ടം, അവയിൽ ശക്തനായ എതിരാളിയെ കണ്ട തിളക്കം. തീർത്തും വന്യമായൊരു മുഖഭാവമായിരുന്നു അവൻ ആ നിമിഷം.